ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം പി എസ് സി. ഇപ്പോൾ നമ്മുടെ ഫയർമാൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഫയർമാൻ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാ? സി ആണ്, ഗൗരി പാർവതിബായ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? അവധിനെയാണ്. ബി. ഇത് സ്ഥിരം ചോദ്യമാണ്, PSC യുടെ റിപ്പീറ്റഡ് ചോദ്യമാണ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2026 G7 ഉച്ചകോടി, ഇത് നമ്മൾ കറണ്ട് അഫയറിന്റെ ക്ലാസ്സിൽ പറഞ്ഞൊരു ചോദ്യമാണ്. ബ്രിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അടുത്തത് ചിലപ്പോൾ G7 ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് ചോദിച്ചു. എവിടെയാ? ഫ്രാൻസിലാണ്. ഡി ആണ് ഉത്തരം, ഡി. അടുത്ത ചോദ്യം, പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? പ്രത്യക്ഷ സമര ദിനത്തിന് ആരാഹ്വാനം ചെയ്തത്? ജിന്നയാണ്, മുഹമ്മദ് അലി ജിന്ന. സി ആണ് ഉത്തരം. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ്? ശിവയോഗ വിലാസം ആരാരംഭിച്ചത്? ഡി ആണ് ഉത്തരം, വാഗ്ബടാനന്ദൻ. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഇതും PSC യുടെ സ്ഥിരം ചോദ്യമാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ലാഹോർ സമ്മേളനത്തെ പറ്റി. ഉത്തരം എ ആണ്, എ. മിശ്ര വേലിയേറ്റത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. മിശ്ര വേലിയേറ്റത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, 2 മാത്രം ശരിയാണ്. സി, 2 മാത്രം ശരിയാണ്. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. ഓക്കെ. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഡാഷ് ആണ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാ? സി ആണ് ഉത്തരം, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതും PSC യുടെ സ്ഥിരം ചോദ്യമാണ്. ഓക്കെ. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. ഏതാ ഉത്തരം? ബി ആണ്, ജൂൺ ടു സെപ്റ്റംബർ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സി ആണ് ഉത്തരം, 1 and 4. സി ആണ് ഉത്തരം, 1 and 4 ആണ് ഉത്തരം. ഓക്കെ. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയെ ചോദിച്ചിരിക്കുന്നത് ഏതാ? അനമുടിയാണോ? അല്ല, ദൊഡ്ഡബെട്ടയാണ്. ദൊഡ്ഡബെട്ട. നിങ്ങൾ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടാവും, ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം, ദൊഡ്ഡബെട്ട. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏതാണ്? ഏതാ? ആറളമാണ്, ആറളം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സി ആണ് ഉത്തരം, വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. സി. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഏതാ? ബി ആണ്, ബി. 1ാം പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിയും ജലസേചനവും ആയിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത്? വൻകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാ? സിന്ധുശ്രീ ഗുള്ളർ ആണ്, സിന്ധുശ്രീ ഗുള്ളർ. ഇതും PSC യുടെ സ്ഥിരം ചോദ്യമാണ്. ഓക്കെ. ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരുന്നു? ആരുടെയാ? ബി ആണ്, ദാദാബായ് നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിൽ പറയുന്ന പേരെന്ത്? എന്താ? ആഗോളവൽക്കരണം. സി. സി ആണ് ഉത്തരം, ആഗോളവൽക്കരണം. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഏതാ? ഡി ആണ്, RBI ഡാറ്റ.
ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഏതാ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഉത്തരം സി ആണ്. 1ഉം 2ഉം. പാർട്ട് 2-ലാണ് പൗരത്വത്തിനെ പറ്റി പറയുന്നത്. നമ്മളത് പൊളിറ്റിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെ പറ്റിയുള്ള ശരിയായ വിവരണം ഏത്? ശരിയായ വിവരണം ചോദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെ പറ്റി. ഏതാ? സി ആണ് ഉത്തരം. 1 മാത്രം ശരി. ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSPനെ പറ്റി പറയുന്നത്. ഓക്കെ. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ യോജിപ്പിച്ച് നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഏതാ ശരി? ബി ആണ് ഉത്തരം. കേന്ദ്ര ലിസ്റ്റിലാണ് എന്ത്? തുറമുഖം. അതേപോലെ സംസ്ഥാന ലിസ്റ്റിലാണ് എന്ത്? കന്നുകാലി പരിപാലനം. സംയുക്ത ലിസ്റ്റിലാണ് എന്ത്? മായം ചേർക്കൽ. ഓക്കെ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ നമ്മൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ പൊളിറ്റിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓക്കെ. 44-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓക്കെ. ഉത്തരം ഏതാ? ബി ആണ്. 2 മാത്രം. 300A ആണ്, 300B അല്ല. ഓക്കെ. ഇതാണ് ഇവിടെ തെറ്റ്. ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാ? സിമ്പിൾ ചോദ്യമാണ്. ജില്ലാ കൗൺസിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതാ? ബി ആണ്. ആർട്ടിക്കിൾ 29-30. ഓക്കെ. ശരിയല്ലാത്ത പ്രസ്താവന ഏതാ? എ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. തെറ്റല്ലേ? തെറ്റാണ്. ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാം? ഏതൊക്കെയാ? ബി ആണ് ഉത്തരം. 3, 4 എന്നിവ. ഏതൊക്കെയാ 3, 4? റെയിൽവേ സർവീസ്, അതേപോലെ റവന്യൂ സർവീസ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരെല്ലാം? ആരൊക്കെയാ? ഗ്യാനേഷ് കുമാർ മാത്രമേ ഉള്ളൂ. ബി ആണ് ഉത്തരം. 27B. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാ ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഏതാ? ഇതെല്ലാം ശരിയാണ്. ഡി ആ ഉത്തരം. ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 28D. 29 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഇതും എല്ലാം ശരിയാണോ? എല്ലാം ശരിയാണ്. ശരിയായതാ ചോദിച്ചിരിക്കുന്നത്. ഏതാ ഉത്തരം? ഡി ആണ് ഉത്തരം. 1 മാത്രം ശരി. 29D. 30 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? 30ന്റെ ഉത്തരം ബി ആണ്. 1 മാത്രമാണ് ശരി. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. ഓക്കെ. 30B. 31 കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് പ്രസ്താവനകളിൽ തെറ്റായതാ ചോദിച്ചിരിക്കുന്നത്. തെറ്റായത്. തെറ്റും ശരി നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ലേ. എപ്പോഴും അവിടെ ഒരു ലൈൻ ഇട്ടേക്കണം. തെറ്റായത് ഏതാ? സി ആണ് ഉത്തരം. 1, 2 എന്നിവ മാത്രം. 31C. 32 മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ ശരിയായത് ഏത്? ഏതാ ശരിയായത്? 2 ആണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. സി. 2 ഓൺലി. 32C. ശരിയായ ജോഡി ഏത്? കുഷ്ഠരോഗം, അത്ലറ്റ്സ് ഫുട്ട്, മിസിൽസ്, മന്തുരോഗം.
ബി ആണ് ഉത്തരം. A4, B3, C2, D1. ഓക്കെ, ഇതൊക്കെ PSC യുടെ സ്ഥിരം ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യങ്ങളാണൊക്കെ. ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത്. കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ സംഭവിക്കും? ആരോഗ്യത്തിന്, എല്ലിന്റെ പല്ലിന്റെ ആരോഗ്യത്തിനെ ബാധിക്കും, നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാകും, പേശി പ്രവർത്തനത്തിനെ ബാധിക്കും, രക്തം കട്ട പിടിക്കുന്നതും തകരാറിലാകും. ഓക്കെ, ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്, ഡി. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏത്? ഏതാ? സി ആണ്, ബേസോഫിൽ. 35 സി. ജൈവ വൈവിധ്യ നാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാ ചോദിച്ചിരിക്കുന്നത്. 36 ഡി ആണ്, 4 ഓൺലി. കേരള സർക്കാരിന്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് എന്ത്? ആശ്വാസ കിരണം. എ. 37 എ ആണ്. 38 ഫോക്കൽ ദൂരം 5 സെന്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനി സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ കോണീയ ആവർത്തനം അഥവാ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്? 38 ബി ആണ്, 6. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? എന്താ? ജലതന്മാത്രകളുടെ കമ്പനമാണ്. 39 ബി ആണ്. 40 താഴെ പറയുന്നവയിൽ ഘർഷണബലം ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? ഏതിനെയാ? ബി ആണ്, ഉപരിതലങ്ങളുടെ സ്വഭാവം. ഓക്കെ, 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് സാധാരണയായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ഏതാ? സി ആണ്, ബ്ലാക്ക് ഹോളുകളുടെ ലയനം. 41 സി. രൂപാന്തരത്വം എന്ന സ്വഭാവവിശേഷം കാണിക്കാത്ത മൂലകം ഏത്? ഏതാ? നൈട്രജൻ ആണ്, ഡി. 42 ഡി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാ? ഓക്സാലിക് ആസിഡ് അല്ല, സൾഫ്യൂരിക് ആസിഡും അല്ല, കാർബോണിക് ആസിഡും അല്ല. 1, 2 and 4 ആണ് ഉത്തരം. എ. 43 എ ആണ്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികരണ ബന്ധം കാണിക്കുന്നു. ശരിയാണ്. ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. അതും ശരിയാണ്. ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജമുണ്ട്. ഓക്കെ, ലിഥിയത്തിന് ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്, വിദ്യുത് തൃണ. അത് തെറ്റാണ്. എ ആ ഉത്തരം. 1, 2 and 3. 44 എ ആണ്. 45 തന്മാത്രകളുടെ വാസ്തുവിദ്യക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹമായി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കുക. തെറ്റായ പ്രസ്താവന ഏതാ? ഡി ആണ് ഉത്തരം. ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. 45 ഡി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമാങ്കവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ഇതെല്ലാം ശരിയാണ്. സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏതു പേരിലാണ് അവതരിപ്പിക്കുന്നത്? ഏത് പേരിലാ? സി ആണ് ഉത്തരം. നിരമിത്രൻ. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്നു നിൽക്കാത്ത പ്രസ്താവന ഏതാണ്? 2 ആണ്. 2 ഓൺലി. ബി. ബി ആണ് ഉത്തരം. 2 ഓൺലി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താ? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ഓക്കെ, 49 സി. 50 ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാ? തലശ്ശേരിയിലാണ്. 50 സി ആണ് ഉത്തരം. സി.
ഓക്കെ, ഇനി മാത്സ് ചോദ്യങ്ങളാണ്. ഒരു ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? സി ആണ് ഉത്തരം 51. 51 സി ആണ്. 52 ഡി ആണ്. 53 സി ആണ് ഉത്തരം. 54 സി ആണ് ഉത്തരം. 55 എ ആണ്. 56 എ ആണ്. 57 ബി ആണ്, കൊച്ചുമകൾ. 58 ബി ആണ്, 234. ഓക്കെ, 59 ഏതാ? സി ആണ്, ബുധൻ. 60 ബി ആണ്, 14. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 61. ഇഫ് ഐ സോ എ സ്നേക്ക് അണ്ടർ മൈ സോഫ ഐ ഡാഷ് അവേ. എന്താ? ബി ആണ്, ഐ വുഡ് റൺ അവേ. 61 ബി. 62. വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മിസ്സ്പെൽഡ്. ഐഡന്റിഫൈ ദ വേർഡ്. ഏതാ? സി ആണ്, ഒക്കുറൻസ്. സി. Ulysses was braver than any other Greek hero. Can be written without a change in meaning. 63 A ആണ്. No other Greek hero was as brave as Ulysses. The foreign expression carte blanche means the complete freedom. A. Antonym of gregarious. A ആണ്, reserved. Change the following sentence into indirect speech ആണ്. Indirect speech എഴുതാനാണ്. ഉത്തരം 66 A ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക് നൗ. ഉത്തരം ബി ആണ്, ഷാൽ ബി. ലെറ്റസ് വന്നാൽ ഷാൽ ബി വരും, നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. ഷാൽ ബി. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ് എഴുതാനാണ്. മേക്ക് വൺ മോർ അറ്റംപ്റ്റ്. എന്താ? ലെറ്റ് വൺ മോർ അറ്റംപ്റ്റ് ബി മെയ്ഡ്. ഡി ആണ് ഉത്തരം. ലെറ്റ് വൺ മോർ അറ്റംപ്റ്റ് ബി മെയ്ഡ്. ദ ഹെഡ് ഓഫീസ് ഹാസ് ഡാഷ് ഹിസ് റിക്വസ്റ്റ് ഫോർ ട്രാൻസ്ഫർ. എന്താ? ടേൺ ഡൗൺ. എ. 69 എ ആണ്. The meaning of the idiom cut corners is എന്താ? ബി ആണ്, to do something in the easiest way. 70 ബി ആണ്. 71. തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായവ മാത്രം. ഏതൊക്കെയാ ശരി? കവി, കവയിത്രി, അധ്യാപകൻ, അധ്യാപിക. സി ആണ് ഉത്തരം. 71 സി. ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഏതാ? ബി ആണ് ഉത്തരം. ശോണം, അരുണം. 72 ബി. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തതേത്? ശരിയായ പ്രസ്താവന അല്ലാത്തത്. 73 എ ആണ്. അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. താഴെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഏതൊക്കെയാ ശരിയായത്? ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീകം. 2 and 3. സി ആണ് ഉത്തരം. 74 സി. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? അഭംഗുരം. എ ആണ് ഉത്തരം. 75 എ. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഏതൊക്കെയാ ശരിയായത്?
പുതു പ്ലസ് കലം പുതുക്കലം. അതേപോലെ എരി പ്ലസ് തീ എരിതീ. ബി ആണ് ഉത്തരം. 2 and 4. 76 ബി ആണ് ഉത്തരം. ഇതിലേതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്? ഏതാ? ഡി ആണ് ഓടിക്കുന്നു. തന്നിരിക്കുന്നവയിൽ വിനയച്ചത്തിന് ഉദാഹരണം ഏത്? വിനയച്ചത്തിന് ഉദാഹരണം സി ആണ്. 78 സി. 78 സി ആണ്. 79 പീനം എന്ന വാക്കിന്റെ വിപരീത പദം കണ്ടെത്തുക. പീനം എന്താ? ശുഷ്കം. 79 ഡി ആണ്. 80 കപ്പൽ മുളകിന്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? ഏതൊക്കെയാ? ഇതെല്ലാം ശരിയാണ്. എ. തന്നിരിക്കുന്നവയെല്ലാം. 80 എ ആണ്. ഓക്കെ, ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമാണ്. നമ്മൾ ക്ലാസ്സിലെ കൃത്യമായിട്ട് കണ്ടവർക്ക് എല്ലാ ഭാഗങ്ങളും ഒരു മിനിമം 18 ചോദ്യങ്ങളെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സെയിം റിപ്പീറ്റഡ് ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? ഉത്പതനം, സബ്ലിമേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, 81 എ ആണ്. 82 ജലത്തിന്റെ തിളനില. എത്ര ജലത്തിന്റെ തിളനില? നമുക്ക് എല്ലാവർക്കും അറിയാം, 100 ഡിഗ്രി സെൽഷ്യസ്. 82 സി ആണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ, ക്ലോറിന്റെ നമ്പർ എത്രയാ? 17 ആണ്. 83 എ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തു ആണ് എന്ത്? അമോണിയ. LPGയുടെ UN നമ്പർ റിപ്പീറ്റഡ് ചോദ്യമാണ്. 1075 85 ഡി ആണ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, കെൽവിൻ. മെക്കാനിക്കൽ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ താഴെ പറയുന്ന ഏത് തരം തീപിടുത്തത്തിനാണ് ഉപയോഗിക്കുന്നത്? ഏതാ? 87 ബി ആണ്. ബി. സംവഹനം നടക്കുന്നത് ഏതവസ്ഥയിലാണ്? ബി ആണ്. ബി. പാസ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്. എ ആണ് ഉത്തരം. പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്. ഓക്കെ. പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആര്? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ തന്നെയാണ്, ഫ്രെഡറിക് ഇസ്മാർക്ക്. ഫ്രെഡറിക് ഇസ്മാർക്ക്. 90 സി ആണ്. ചതവോട് കൂടിയ മുറിവുകൾക്ക് പറയുന്ന പേരെന്താണ്? ചതവോട് കൂടിയ മുറിവുകൾ കൺഡ്യൂസ്ഡ് മുറിവാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പറയാത്തൊരു കാര്യമായിരുന്നു. ഈ ഒരു മുറിവിന്റെ ഭാഗം നമ്മൾ എടുത്തിട്ടില്ല. ഇത് മാത്രമേ ഒരു പറയാത്ത കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം എങ്ങനെ മനസ്സിലാക്കാം? രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാം. ബി ആണ് ഉത്തരം. 92 ബി. അസ്ഥികൾ ഒടിഞ്ഞ് ആന്തരിക അവയവങ്ങളിലേക്ക് തുളച്ചു കയറി ഉണ്ടാകുന്ന തരം ഒടിവ് ഏതാ? സി ആണ്. കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടാത്ത കാര്യം സിമ്പിൾ ലോജിക്കിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബി ആണ്. നടക്കുകയോ ഓടുകയോ ചെയ്യണം എന്ന് പറയുന്നതാണ്. തെറ്റ്. ഹൃദയത്തിന്റെ താളം വിശകലനം ചെയ്യാനും ആവശ്യമെങ്കിൽ വൈദ്യുത ഷോക്ക് നൽകാനും കഴിയുന്ന ഉപകരണം ഏതാ? AED. കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവർ എക്സാമിന് ഇതിന്റെ ഫുൾ ഫോം ആയിരുന്നു ചോദിച്ചത്. AED എപ്പോഴും ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം അതിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. AED. 95 എ ആണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് CPR കൊടുക്കുമ്പോഴുള്ള ചെസ്റ്റ് കംപ്രഷൻ വെന്റിലേഷൻ അനുപാതം എത്രയാ? ഡി ആണ്. 30:2. നിങ്ങൾ ജസ്റ്റ് ഇതിനു മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് നടന്ന ഫയർമാൻ ഡ്രൈവറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിലെ പകുതി മാർക്കും ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പൊള്ളൽ ഉണ്ടാകുമ്പോൾ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടായാൽ അത് ഏത് തരം പൊള്ളല? കുമിളകൾ ഉണ്ടാകുന്ന ഏത് തരം പൊള്ളല? 2ാം ഡിഗ്രി പൊള്ളലാണ്. 97 ബി ആണ്.
ആഹാര പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുന്നത് മൂലമുള്ള ശ്വാസതടസ്സത്തെ എന്താണ് പറയുന്നത്? ചോക്കിംഗ്. ചോക്കിംഗ് ഇത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ചോക്കിംഗ് എന്താണെന്നും. സാങ്കേതിക വിദ്യ IT ആക്ട് 2000 വകുപ്പ് 66 പ്രകാരം വകുപ്പ് 43 പരാമർശിച്ച ഏതെങ്കിലും പ്രവൃത്തി അസത്യസന്ധമായോ വഞ്ചനാപരമായോ ചെയ്യുന്ന ആൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താ? പരമാവധി 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെ പിഴ, അല്ലെങ്കിൽ രണ്ടും. ബി ആണ് ഉത്തരം. 99 ബി. സാങ്കേതിക വിദ്യാ നിയമം 2000 പ്രകാരം ഈ നിയമപ്രകാരം ലഭിച്ച അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തി ഏതെങ്കിലും ഇലക്ട്രോണിക് രേഖ, പുസ്തകം, രജിസ്റ്റർ വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകൾ എന്നിവയിൽ പ്രവേശനം നേടിയ ശേഷം ബന്ധപ്പെട്ട വ്യക്തിയുടെ സമ്മതമില്ലാതെ അതിനെ മറ്റൊരാളോട് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? എന്താ? ബി ആണ്. പരമാവധി 5 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രൊവിഷണൽ കീ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മാർക്ക് ഇന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് മിനിമം ഇത് എക്സാമിൻ്റെ ഒരു ലെവൽ വെച്ച് ഒരു 60 മാർക്കിനടുത്ത് വരേണ്ടതാണ്. അപ്പോൾ അതും നമുക്ക് PSCക്ക് വിട്ടുകൊടുക്കാം. PSCയുടെ ആൻസർ കീ വരുമ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങളാരും പഠനം സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അടുത്ത എക്സാമിന് വേണ്ടി പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. ഇപ്പോൾ തീർന്നു എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു ഫ്ലോ നഷ്ടപ്പെടാതെ എല്ലാവരും അടുത്തൊരു എക്സാമിന് വേണ്ടി പഠിക്കുക. അപ്പോൾ താങ്ക് യു.